ഇന്നത്തെ റെസിപ്പി ചിപ്പിക്കക്ക റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതാണ് ചിപ്പിക്കക്ക. ഇത് കത്തി കൊണ്ട് നെടുകയൊന്ന് കീറി ഇതിൻ്റെ അകത്തെ അഴുക്കെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കുറേ വെള്ളത്തിൽ കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് ഒരു ചോട് കട്ടിയുള്ള ചീനിച്ചട്ടിയിൽ ഈ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിപ്പിക്കക്ക ഇട്ടതിന് ശേഷം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലൊട്ടും വെള്ളം ചേർക്കണ്ട. അതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി അത് വെള്ളം വറ്റിച്ച് നമുക്ക് എടുക്കണം. നന്നായിട്ട് വേകും. അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് നമ്മൾ അതിലേക്കിട്ട് വഴറ്റിയെടുക്കണം. അതൊന്ന് ചെറിയ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി അതിലേക്കിട്ട് ഒന്ന് വഴറ്റുക. അതിനുശേഷം കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ടതിന് ശേഷം ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പ് കൂടിട്ടതിന് ശേഷം തക്കാളി സ്ലൈസ് ചെയ്തെടുത്തത് അതുകൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെക്കണം. ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1 സ്പൂണ് നേരത്തെ ഇട്ടതാണ്, എന്നാലും 1 സ്പൂണ് മസാലപ്പൊടി, ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. അത് വഴണ്ട് വന്ന ഇതെല്ലാം കൂടെ നമ്മുടെ ചിപ്പിക്കക്കയിലിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിന് നമ്മുടെ ചിപ്പിക്കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്.